നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തട്ടേക്കാട് മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചാണ്. ഈ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ പ്രസിഡന്റാണ് ഞാൻ. എൻ്റെ പേര് VS ബിജുമോൻ എന്നാണ്. തട്ടേക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രം വളരെയേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമായാണ് മനസ്സിലാക്കുന്നത്. ചേരചോള രാജാക്കന്മാരുടെ കാലത്ത് ചേലമല എന്നൊരു സ്ഥലം ചേര രാജാക്കന്മാരുടെ ആസ്ഥാനമായിട്ടുണ്ടായിരുന്നു. ആ ആസ്ഥാന മന്ദിരത്തെയാണ് ചേലമല എന്ന് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് പുഴയുടെ തീരത്തായിട്ട് കിഴക്കോട്ട് ദർശനമായിട്ട് തട്ടേക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രം ഇന്ന് നിലകൊള്ളുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തച്ചുടയ്ക്കപ്പെട്ട ക്ഷേത്രവും രാജസങ്കേതങ്ങളും എല്ലാം തച്ചുടയ്ക്കപ്പെട്ടു പോയി. അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി. ഏതാണ്ട് ഒരു 100 വർഷത്തിന് മുന്നായിട്ട് 90-100 വർഷത്തിന് മുന്നായിട്ട് തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു ക്ഷേത്രം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഈ സങ്കേതത്തിന്റെ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സങ്കേതത്തിന്റെ അകത്ത് തന്നെ അതിനാവശ്യമായ കരിങ്കല്ലുകളൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത കാലത്ത് കാട്ടുകല്ലുകളെ ഇളക്കിയെടുക്കുന്ന പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഒരു സർപ്പം ആ കല്ലുകൾക്കിടയിൽ നിന്നും ചാടി വരികയും അതിനുശേഷം എന്താണ് എന്ന് നാട്ടുകാരായ പല ആളുകളും ചെന്ന് തിരക്കി നോക്കിയപ്പോൾ ഒരു അസാമാന്യതയുള്ള ഒരു ബിംബം അല്ലെങ്കിൽ ഒരു ശില കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം ആ ശിലയുടെ കാര്യങ്ങളെപ്പറ്റി തിരക്കുവാൻ അരൂര് ശ്രീധരൻ തന്ത്രി എന്നുള്ളൊരു ജ്യോത്സ്യനെ ഇവിടുത്തെ നാട്ടുകാരും വിദ്യാസാഗർ എന്ന ഒരു പ്രമുഖ വ്യക്തിയും കൂടി ചെന്ന് കാണുകയും നിങ്ങൾ തേടുന്നത് എന്താണോ അതാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നും അത് ഉടനെ തന്നെ പ്രതിഷ്ഠ നടത്തി നിങ്ങൾ ഇത് മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും നിർദ്ദേശിക്കുകയും അതനുസരിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ഒരു ക്ഷേത്രമാണ് ഇതിന് ഇപ്പോൾ നിലവിലുള്ളതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന ഒരു ക്ഷേത്രം. അതിനുശേഷം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു 3 കിലോമീറ്റർ ദൂരെ ഈ പുഴയുടെ തീരത്ത് തന്നെ 3 കിലോമീറ്റർ ദൂരത്തായിട്ട് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് പടിഞ്ഞാറോട്ട് ദർശനമായി ഒരു വിഷ്ണു ക്ഷേത്രം ഇന്നും ആ അതിൽപ്പെട്ട ഒരു ക്ഷേത്രമായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഇവിടെ ഈ ക്ഷേത്രം പണിത് പൂജകളൊക്കെ തുടങ്ങിയതിന് ശേഷം വിഷ്ണു സാന്നിധ്യം ഇവിടെയും അനുഭവപ്പെടുകയും നമുക്ക് ഒരു പുതിയ മഹാദേവ ക്ഷേത്രം പണിയുന്നതിനൊപ്പം തന്നെ ഒരു വിഷ്ണു ക്ഷേത്രവും പണിയേണ്ടതായിട്ട് വന്നു. അതിലൊരു പ്രത്യേകത എന്തെന്നാൽ വൃശ്ചിക മാസത്തിലെ ആയില്യം നാളില് വൃശ്ചിക ആരംഭത്തോടുകൂടി തന്നെ ചേലമലയിൽ നിന്നും പതിവ് തെറ്റാതെ ഒരു നാഗം പുഴ നീന്തി ഈ സങ്കേതത്തിൽ എത്തുകയും ഒരു മണ്ഡലക്കാലം അതിവിടെ കഴിഞ്ഞുകൂടുകയും ചെയ്തു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ പ്രീതിക്കായിട്ട് നമ്മൾ എല്ലാ വർഷവും ആയില്യം തൊഴൽ മഹോത്സവം എന്ന ഒരു വലിയ ആഘോഷം ഇവിടെ നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ദർശന പ്രാധാന്യത്തോടുകൂടി ഈ ക്ഷേത്രത്തിലേക്ക് സർപ്പം വരിക എന്നുള്ളതും അതുപോലെ തന്നെ വിഷ്ണു സാന്നിധ്യം ഉണ്ടായതിനു ശേഷം ഈ കൽപ്പടവില് കടവില് മത്സ്യ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതുമാണ് ഈ ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് കാണുന്ന ഒരു കാര്യം. അപ്പോൾ ഈ സർപ്പപ്രീതിക്കായിട്ട് നമ്മൾ നടത്തുന്ന ആയില്യം തൊഴൽ മഹോത്സവമാണ് ഏറ്റവും വിശിഷ്ടമായിട്ട് നമ്മളിവിടെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത്. അതിലെ പ്രധാന പൂജ എന്നുള്ളത് കളമെഴുത്തും പാട്ടും എന്നുള്ളതാണ്. കളമെഴുത്തും പാട്ടും 10,000-കണക്കിന് ആളുകൾ എല്ലാ വർഷവും കളമെഴുത്തും പാട്ടും ഇതിൽ പങ്കെടുത്ത് സായുജ്യമടഞ്ഞു പോകുന്നുണ്ട്. അതില് പങ്കെടുക്കുന്ന ആളുകളിൽ നിന്നുള്ള ആളുകൾ തന്നെ ദിവ്യ സാന്നിധ്യത്താൽ തുള്ളി വരികയും ഈ തുള്ളി വന്ന് കളം മായ്ക്കുക അന്ന് നടത്തപ്പെടുന്ന ആ കളം മായ്ക്കുകയും അവരുടെ രോഗാദി ദുരിതങ്ങളും മറ്റ്
സർപ്പ ദോഷങ്ങളും എല്ലാം ഈ സന്നിധിയിൽ അത് ഒഴിവായി പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ ആളുകളെല്ലാവരും വന്ന് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. കരഞ്ഞു വിളിച്ചാൽ നമുക്ക് എന്താണോ പ്രാർത്ഥിക്കാനുള്ളത് ആ പ്രാർത്ഥന ഭഗവാൻ നിറവേറ്റി തരും. നമുക്ക് എന്താണോ ഭഗവാനോട് പറയാനുള്ളത് അത് നിറവേറ്റി തരുന്ന രണ്ട് ഭഗവാന്മാരാണ് നമ്മുടെ ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ ഉള്ളത്. അതാണ് നമ്മുടെ ഐശ്വര്യവും ഈ ദേശത്തിന്റെ പ്രധാന ഐശ്വര്യവുമായിട്ട് നിലനിൽക്കുന്നത്. തട്ടേക്കാട് മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് വിഷ്ണു സാന്നിധ്യം ഉണ്ടായെന്നും വിഷ്ണു സാന്നിധ്യത്താൽ ഒരു ക്ഷേത്രം പണിതെന്നും നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അതിനുശേഷം മത്സ്യത്തിന്റെ ഒരു സാന്നിധ്യം ഈ കടവിലാണ് നമുക്ക് ദൃശ്യമാവുന്നത്. നമുക്ക് ഈ വെള്ളം ഇങ്ങോട്ട് കയറി വന്ന് ഭൂത്താങ്കട്ട് ഡാമിൽ വെള്ളം പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ എവിടെ നിന്നും നമുക്ക് ദർശിക്കാവുന്നതാണ് ആ ദിവ്യ സാന്നിധ്യം. അതാണ് നമ്മളെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. ചേരചോള രാജാക്കന്മാരുടെ കാലത്ത് അവരാരാധിച്ചു വന്നിരുന്ന ഒരു സങ്കേതം തന്നെയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന തട്ടേക്കാട് മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സർപ്പ സങ്കേതം. അന്ന് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് തച്ചുടയ്ക്കപ്പെട്ടു പോയ കൂട്ടത്തിൽ പെട്ടു എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ അതേ സങ്കേതം തന്നെയാണ്. ഇന്നും മറ്റ് കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല. ഇന്നും അതിൻ്റെ ആ തനത് കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പൂജകളും കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. നമ്മുടെ സർപ്പങ്ങളൊക്കെ അവിടുന്ന് പുഴ നീന്തി വരുന്ന സമയങ്ങളിൽ ഈ കാണുന്ന ഓരോ വള്ളികളിലും ഒക്കെ കയറി കിടക്കുന്ന വീഡിയോകളൊക്കെ നമുക്ക് മുൻകാലങ്ങളിലുള്ളത് നമുക്ക് ഇവിടെ ലഭ്യമാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. ഇവിടുത്തെ ക്ഷേത്രം മേൽശാന്തി ഇവിടെയാണ് ഇതിനു വേണ്ട സർപ്പങ്ങൾക്ക് വേണ്ട നൂറും പാല്, സർപ്പബലി തുടങ്ങിയ വിശേഷങ്ങളായ കരിക്കഭിഷേകം, മഞ്ഞൾ പൊടി അഭിഷേകം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ സ്ഥലത്താണ്. 10,000-കണക്കിനായ ആളുകൾ വന്ന് നമുക്ക് വരുമ്പോൾ ഇവിടെയാണ് കളമെഴുത്തും പാട്ടും നടക്കുന്നത്. നമ്മുടെ തൊട്ട് ചേർന്നുള്ള ഈ വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായിട്ടുള്ള പ്രദേശത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പൊതുവായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമസ്കാരം, ഞാൻ തട്ടേക്കാട് ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഈ സർപ്പത്തോട് ചേർന്നിട്ട് ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയാണ്. ബ്രഹ്മരക്ഷസ് എന്ന് വെച്ചാൽ ഈ സ്ഥലത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ സ്ഥലത്തിനെയും ഈ ദേശത്തെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷസിൻ്റെ സാന്നിധ്യം ആണ് ബ്രഹ്മരക്ഷസ്. പല സംബന്ധമായ ദുരിതങ്ങളും സർപ്പദുരിതങ്ങളൊക്കെ വിട്ടുമാറാൻ രക്ഷസിനെയും ഈ നാഗങ്ങളെയും ഭരിക്കുന്നത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യദായകമാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രസന്നിധിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വൃശ്ചികത്തിലെ ആയില്യമാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷം. എന്നാണ് നാഗം ഈ ചേലമലയിൽ നിന്ന് പുഴ നീന്തി ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഒരു മണ്ഡലകാലം ഇവിടെ സാന്നിധ്യം അരുളും. ഒരു മണ്ഡലകാലത്തിൽ വന്നു കഴിഞ്ഞാൽ നാഗത്തെ ദിവ്യ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാം. എല്ലാ ഭക്തജനങ്ങളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. തട്ടേക്കാട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്രട്ടറിയായ KS സന്തോഷ് എന്ന് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച്, ഒരു വർഷം നീളുന്ന വിശേഷ ദിവസങ്ങളെക്കുറിച്ച്. ഇവിടെ ജനുവരി മാസത്തിൽ മുതൽ ഡിസംബർ മാസം വരെ ആയില്യം നാളിൽ എല്ലാ ആയില്യ നാളുകളിലും വിപുലമായ രീതിയിലുള്ള ആയില്യ വഴിപാടുകൾ നടത്തുന്നു. അതുകൂടാതെ ഫെബ്രുവരി മാസത്തിൽ ശ്രീഭൂതബലി മുതലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മാസത്തിലും റെഗുലറായിട്ട് നടത്തി പോകും. മാർച്ച് മാസത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മഹാശിവരാത്രി ഇവിടെ ആഘോഷിക്കുന്നത്. ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് മഹാശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഏപ്രിൽ മാസങ്ങളിലും തുടർച്ചയായിട്ടുള്ള ആയില്യം പരിപാടികളും എല്ലാം നടന്നു പോകുന്നു. മെയ് മാസത്തിലും ആയില്യം, ശ്രീഭൂതബലി അങ്ങനെയുള്ള പ്രധാന വഴിപാടുകളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തിക്കൊണ്ടുപോകാൻ ഇവിടെ സാധിക്കും. ജൂലൈ മാസത്തിലാണ് രാമായണ പാരായണ പക്ഷാചരണം നടത്തുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ കർക്കിടകം വാവുബലി, മഹാഗണപതി ഹോമം, ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ള പരിപാടികളെല്ലാം ഓഗസ്റ്റ് മാസത്തിൽ നടത്തുന്നു. സെപ്റ്റംബർ മാസത്തിൽ ചിങ്ങം, തിരുവോണമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷ പൂജകളൊക്കെ ഈ സെപ്റ്റംബർ മാസം നടത്തും. ഒക്ടോബർ മാസത്തിൽ വിദ്യാരംഭം, നവമി, വിജയദശമി മുതലായ കാര്യങ്ങൾ ഗംഭീര പരിപാടികളോടെ ഇവിടെ ആഘോഷിക്കുന്നു. നവംബർ മാസം മണ്ഡലകാല ആരംഭമാണ്. മണ്ഡലകാല ആരംഭം 41 ദിവസം
ദിവസത്തേക്ക് വലിയ വിപുലമായ പരിപാടികളാണ് ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നത്. ഡിസംബർ മാസത്തിൽ തിരുവാതിര, അതും കൂടെ വിശേഷമായ രീതിയിലുള്ള പൂജകളൊക്കെ നടത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും.